ഈ വീഡിയോയിൽ കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് മുൻപ് ചോദിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, HRC fuse is superior protecting device as compared to circuit breaker and relay as far as option A electromagnetic stresses are concerned, B thermal stresses are concerned, both electromagnetic and thermal stresses are concerned, none of the above. അപ്പോൾ നമുക്ക് HRC ഫ്യൂസ് എന്താണ്, എന്തുകൊണ്ടത് സർക്യൂട്ട് ബ്രേക്കർ ആൻഡ് റിലേക്കാളും സുപ്പീരിയർ പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത് നോക്കാം. HRC എന്ന് പറഞ്ഞാൽ ഹൈ റപ്ചറിങ് കപ്പാസിറ്റി ഫ്യൂസ്, അതൊരു കാർട്രിഡ്ജ് ഫ്യൂസാണ്. ഇതിൻ്റെ ഫ്യൂസ് എലിമെൻ്റ് അല്ലെങ്കിൽ ഫ്യൂസ് വയർ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ പീരിയഡ് ഓഫ് ടൈമിൽ ഷോർട്ട് സർക്യൂട്ട് ഹെവി കറണ്ടിനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഫ്യൂസ് എലിമെൻറ്റ് എപ്പോഴും ഒരു ട്രാൻസ്പെറൻറ്റ് ക്യാപ്സ്യൂളിനകത്തായിരിക്കും എൻക്ലോസ് ചെയ്തിരിക്കുന്നത്. അത് സ്റ്റിയാറ്റൈറ്റ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്റ്റിയാറ്റൈറ്റ് എന്ന് പറഞ്ഞാൽ സെറാമിക് മെറ്റീരിയലാണ്. അതിൻ്റെ മെക്കാനിക്കൽ സ്ട്രെങ്ത് വളരെ കൂടുതലായിരിക്കും. അതുമാത്രമല്ല, ഇത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഹൈ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഈ രണ്ട് പോയിന്റിൽ നിന്ന് ക്ലിയർ ആണ്, ഫ്യൂസ് എലിമെൻറ്റിൻ്റെ മെക്കാനിക്കൽ സ്ട്രെങ്ത് വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, ഹൈ പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും ഉണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് 2 ആംപിയർ മുതൽ 1250 ആംപിയർ ആണ്. ഇനി തെർമൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെക്കാനിക്കൽ സ്ട്രെസ്സാണ്. അതായത് ഒരു മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ ചേഞ്ച് കാരണം ഉണ്ടാവുന്ന മെക്കാനിക്കൽ സ്ട്രെസ്സിനെയാണ് തെർമൽ സ്ട്രെസ് എന്ന് പറയുന്നത്. സോ ഫ്യൂസ് എലിമെൻറ്റിൻ്റെ മെക്കാനിക്കൽ സ്ട്രെങ്ത് കൂടുതലാണ്. അതുമാത്രമല്ല, ഹൈ പ്രഷർ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. സോ HRC ഫ്യൂസ് സർക്യൂട്ട് ബ്രേക്കർ ആൻഡ് റിലേക്കാളും സുപ്പീരിയർ എന്ന് പറയാൻ കാരണം അതിൻ്റെ തെർമൽ സ്ട്രെസ് വെച്ചിട്ടാണ്. സോ ഇലക്ട്രോമാഗ്നറ്റിക് സ്ട്രെസ് അല്ല, തെർമൽ സ്ട്രെസ്സസ് വെച്ചിട്ടാണ് അത് സർക്യൂട്ട് ബ്രേക്കർ ആൻഡ് റിലേക്കാളും സുപ്പീരിയർ പ്രൊട്ടക്റ്റീവ് ഡിവൈസ് എന്ന് പറയാൻ കാരണം. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. Next, which of the following material has negative temperature coefficient of resistance? Options: carbon, gold, copper, aluminum. ആദ്യം നമുക്ക് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തെന്ന് നോക്കാം. അതിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ തന്നേക്കുന്നത്. ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസിനെ ആൽഫ എന്ന സിമ്പൽ ഉപയോഗിച്ചാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഇലക്ട്രിക് റെസിസ്റ്റൻസ് പെർ ഡിഗ്രി ഓഫ് ടെമ്പറേച്ചർ ചേഞ്ച്, അതിൻ്റെ മെഷറിനെയാണ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ ചേഞ്ചിനനുസരിച്ചുള്ള റെസിസ്റ്റൻസിൻ്റെ ചേഞ്ച് അത് മെഷർ ചെയ്യുന്നതിനെയാണ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ റെസിസ്റ്റൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ, റെസിസ്റ്റൻസ് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ അതിനെ പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയും. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുകയും ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് കുറയുകയും ചെയ്യുവാണെങ്കിൽ ആ മെറ്റീരിയൽ പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയും. ഓക്കെ, അതുപോലെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ റെസിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് നെഗറ്റീവ് എന്ന് പറയാം. അതായത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയുകയോ ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുകയോ ചെയ്യുവാണെങ്കിൽ ദാറ്റ് മെറ്റീരിയൽ ഈസ് ഹാവിങ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ്. സോ റെസിസ്റ്റൻസും ടെമ്പറേച്ചറും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് പോസിറ്റീവാണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ടെമ്പറേച്ചറും റെസിസ്റ്റൻസും ഇൻവേഴ്സ്ലി വേരിയിങ് ആണെങ്കിൽ ആ മെറ്റീരിയലിന് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. യൂഷ്വലി കണ്ടക്ടേഴ്സിന് പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. അപ്പോൾ കുറച്ച് കണ്ടക്ടേഴ്സ് ഇവിടെ പറയുന്നുണ്ട്: കോപ്പർ, സിൽവർ, ഗോൾഡ്, പ്ലാറ്റിനം, അലുമിനിയം, അയൺ, ടങ്സ്റ്റൺ, മെർക്കുറി, നിക്രോം. എല്ലാ കണ്ടക്ടേഴ്സിനും പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. അതേസമയം നോൺ മെറ്റാലിക് സബ്സ്റ്റൻസ്, സെമി കണ്ടക്ടേഴ്സ്, ഇവയ്ക്ക് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. സോ അതിൻ്റെ കുറേ എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട്: കാർബൺ, സിലിക്കോൺ, ജർമാനിയം, ബ്രാസ്, നിക്കൽ, ടിൻ,
സിങ്ക്, മാംഗനീസ്. ഇതിനൊക്കെ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് എന്തൊക്കെയാ? കാർബൺ, ഗോൾഡ്, കോപ്പർ, അലുമിനിയം. സോ ഇതിൽ ഗോൾഡ്, കോപ്പർ, അലുമിനിയം എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സ് ആണ്, കാർബൺ ആണ് വേറിട്ട് നിൽക്കുന്നത്. സോ കാർബൺ ഈസ് ഹാവിങ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്. അടുത്തത്, ബൈ ഇൻസേർട്ടിങ് റിയാക്ടൻസ് ഇൻ ദ റോട്ടാർ സർക്യൂട്ട്. ഒരു റോട്ടാർ സർക്യൂട്ടിൽ റിയാക്ടൻസ് ഇൻസേർട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും? സ്റ്റാർട്ടിംഗ് ടോർക്കിനും മാക്സിമം ടോർക്കിനും എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, റെഡ്യൂസസ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ആസ് വെൽ ആസ് മാക്സിമം ടോർക്ക്. ബി, ഇൻക്രീസസ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ബട്ട് മാക്സിമം ടോർക്ക് റിമെയിൻസ് അൺചേഞ്ച്ഡ്. തേർഡ് വൺ, മാക്സിമം ടോർക്കും സ്റ്റാർട്ടിംഗ് ടോർക്കും ഇൻക്രീസ് ചെയ്യും. ഫോർത്ത് ഓപ്ഷൻ, ഇൻക്രീസസ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ബട്ട് മാക്സിമം ടോർക്ക് റെഡ്യൂസസ്. അപ്പോൾ ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ റോട്ടാർ സർക്യൂട്ടിലോട്ട് റിയാക്ടൻസ് ഇൻസേർട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം. ടോർക്കിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം. നമുക്കിതിനെക്കുറിച്ചൊന്ന് നോക്കാം. ടോർക്ക് ഇക്വേഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഞാനിവിടെ സ്റ്റാർട്ടിംഗ് ടോർക്കിൻ്റെ ഇക്വേഷനാണ് കാണിച്ചേക്കുന്നത്. ടോർക്ക് ഇക്വേഷൻ എടുത്താൽ നമുക്ക് ടോർക്ക് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാണ് നമുക്ക് കിട്ടും. സ്റ്റാർട്ടിംഗ് ടോർക്ക് എടുക്കുകയാണെങ്കിൽ, അതായത് അറ്റ് ദ ടൈം ഓഫ് സ്റ്റാർട്ടിംഗ് എന്താണ്, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വളരെ ചെറുതായിരിക്കും. അതുമാത്രമല്ല ഫിക്സഡ് ആയിരിക്കും വെൻ കമ്പയർഡ് ടു റിയാക്ടൻസ്. റിയാക്ടൻസ് വളരെ കൂടുതലായിരിക്കും. സ്റ്റാർട്ടിംഗ് സമയത്ത് റിയാക്ടൻസ് വളരെ കൂടുതലായിരിക്കും, റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വളരെ കുഞ്ഞായിരിക്കും. സോ നമുക്കിതിനെ നെഗ്ലക്റ്റ് ചെയ്യാം. റെസിസ്റ്റൻസിനെ നെഗ്ലക്റ്റ് ചെയ്യുവാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ടോർക്ക് ഇസ് പ്രൊപ്പോർഷണൽ ടു 1/x2², 1/റിയാക്ടൻസ് സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും. സ്റ്റാർട്ടിംഗ് ടോർക്കിൻ്റെ ഇക്വേഷൻ K2 R2/R2² പ്ലസ് x2². x2 എന്ന് പറയുന്നത് റിയാക്ടൻസ്, R2 എന്ന് പറയുന്നത് റോട്ടാർ റെസിസ്റ്റൻസ്, K2 കോൺസ്റ്റന്റ് ആണ്. K2 എന്ന് പറയുന്നത് 3/2π × ns. ഓക്കെ, ഇനി നമ്മൾ മാക്സിമം ടോർക്ക് എടുക്കുകയാണെങ്കിൽ, മാക്സിമം ടോർക്ക് ഇസ് ഓൾസോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ റോട്ടാർ റിയാക്ടൻസ്. മാക്സിമം ടോർക്ക് റോട്ടാർ റിയാക്ടൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും, റോട്ടാർ റെസിസ്റ്റൻസിന് ഇൻഡിപെൻഡൻറ്റും ആയിരിക്കും. സോ ഈ രണ്ട് ഫോർമുല വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് പറയാം സ്റ്റാർട്ടിംഗ് ടോർക്ക് റിയാക്ടൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ റിയാക്ടൻസ് കൂട്ടുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ടോർക്ക് സ്വാഭാവികമായിട്ടും കുറയും, മാക്സിമം ടോർക്കും കുറയും. കാരണം സ്റ്റാർട്ടിംഗ് ടോർക്കിനും മാക്സിമം ടോർക്കിനും റോട്ടാർ റിയാക്ടൻസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നമുക്കിനി ക്വസ്റ്റ്യൻ നോക്കാം. ബൈ ഇൻസേർട്ടിങ് റിയാക്ടൻസ് ഇൻ റോട്ടാർ സർക്യൂട്ട്. റോട്ടാർ സർക്യൂട്ടിൽ ഒരു റിയാക്ടൻസ് ഇൻസേർട്ട് ചെയ്താൽ എന്താണ്, ക്ലിയർ ആണ്, സ്റ്റാർട്ടിംഗ് ടോർക്കും മാക്സിമം ടോർക്കും കുറയും. ബിക്കോസ് റിയാക്ടൻസ് ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി സ്റ്റാർട്ടിംഗ് ആസ് വെൽ ആസ് മാക്സിമം ടോർക്ക്. സെക്കൻഡ് ഓപ്ഷൻ നോക്കിക്കേ, സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടുന്നു പക്ഷേ മാക്സിമം ടോർക്ക് വേരിയേഷൻ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ആൻസർ അല്ല. മൂന്നാമത്തെ ഓപ്ഷൻ, ഇൻക്രീസസ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ആസ് വെൽ ആസ് മാക്സിമം ടോർക്ക്. ഇത് തെറ്റാണ്. കാരണം റിയാക്ടൻസ് സ്റ്റാർട്ടിംഗ് ടോർക്കിനും മാക്സിമം ടോർക്കിനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഫോർത്ത് ഓപ്ഷനും തെറ്റാണ്. ഇൻക്രീസസ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ബട്ട് മാക്സിമം ടോർക്ക് റെഡ്യൂസസ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. സ്റ്റാർട്ടിംഗ് ടോർക്കും മാക്സിമം ടോർക്കും റെഡ്യൂസ് ചെയ്യുന്നു. അടുത്തത്, ഇൻ 3 ഫേസ് പവർ മെഷർമെന്റ് ബൈ 2 വാട്ട്മീറ്റർ മെത്തേഡ്, റീഡിംഗ് ഓഫ് 1 വാട്ട്മീറ്റർ is found negative. Then power factor of load is 0.4 lagging, 0.5 lagging, 0.8 lagging unit. നമ്മൾ 2 വാട്ട്മീറ്റർ മെത്തേഡ് ഉപയോഗിച്ച് ഒരു 3 ഫേസ് സർക്യൂട്ടിൻ്റെ പവർ മെഷർ ചെയ്യുവാണ്. അപ്പോൾ 1 വാട്ട്മീറ്ററിൻ്റെ റീഡിംഗ് നെഗറ്റീവാണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലോഡ് പവർ ഫാക്ടർ എത്രയാ എന്നുള്ളതാണ് ചോദ്യം. വാട്ട്മീറ്റർ റീഡിംഗ് യൂഷ്വലി നമ്മൾ പവറിൻ്റെ ഫോർമുല എന്താ, VI cos phi ആണ്. അതായത് കറണ്ട് ത്രൂ ദി കറണ്ട് കോയിൽ ഇൻറ്റു വോൾട്ടേജ് അക്രോസ് ദി പ്രഷർ കോയിൽ ഇൻറ്റു കൊസൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. അതാണ് പവറിൻ്റെ ഫോർമുല. അതായത് റീഡിംഗ് ഓഫ് ദ വാട്ട് മീറ്റർ ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട് ത്രൂ കറണ്ട് കോയിൽ ഇൻറ്റു വോൾട്ടേജ് അക്രോസ് പ്രഷർ കോയിൽ ഇൻറ്റു കൊസൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട്. ഈ ആംഗിൾ 90 ഡിഗ്രിയേക്കാളും കൂടുകയാണെങ്കിൽ വാട്ട് മീറ്റർ റീഡിംഗ് നെഗറ്റീവ് ആയിരിക്കും. ഇത് 3 ഫേസ് അൺബാലൻസ്ഡ് സർക്യൂട്ടിലാണ് കാണുന്നത്. ഇനി ലോഡ് ബാലൻസ്ഡ് ആണെങ്കിൽ, 3 ഫേസ് ബാലൻസ്ഡ് ലോഡ് ആണെങ്കിൽ 2 വാട്ട് മീറ്ററിൻ്റെ റീഡിംഗ് ഈ ഒരു രീതിക്കായിരിക്കും വരുന്നത്. ഇപ്പം ഞാൻ 3 ഫേസിനെ ABC എന്ന് പറഞ്ഞ് എടുത്തേക്കുവാണ്. അതിനനുസരിച്ചുള്ള ഫോർമുല ഇവിടെ ഇട്ടേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വാട്ട് മീറ്ററിൻ്റെ റീഡിംഗ് എന്ന് പറയുന്നത് VI cos 30 + 5ഉം സെക്കൻഡ് വാട്ട് മീറ്ററിൻ്റെ VI cos 30 - 5 എന്നാണ് നമുക്ക് കിട്ടുന്നത് 3 ഫേസ് ബാലൻസ്ഡ് ലോഡിൽ. ഇപ്പോൾ ഈ
പവർ ഫാക്ടർ, അതായത് പവർ ഫാക്ടർ ആംഗിൾ ഫൈ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 60 ഡിഗ്രീസ് ആകുമ്പോൾ, അതായത് പവർ ഫാക്ടർ 0.5 കുറഞ്ഞിരിക്കുന്ന സമയത്ത്, 0.5 ലാഗിങ്ങിനേക്കാളും കുറഞ്ഞിരിക്കുന്ന സമയത്താണ് നെഗറ്റീവ് റീഡിംഗ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ബാലൻസ്ഡ് ലോഡിൽ പവർ ഫാക്ടർ ആംഗിൾ ഫൈ എന്ന് പറയുന്നത് 60 ഡിഗ്രിയേക്കാളും കൂടി നിൽക്കുന്ന സമയത്ത്, അതായത് പവർ ഫാക്ടർ 0.5 ലാഗിങ്ങിനേക്കാളും കുറഞ്ഞിരിക്കുന്ന സമയത്താണ് നെഗറ്റീവ് റീഡിംഗ് കിട്ടുന്നത്. ഇനി നമുക്ക് ഓപ്ഷൻ ഒന്ന് നോക്കാം. എന്തൊക്കെയാണ് ഓപ്ഷൻ? 0.4 ലാഗിങ്, 0.5 ലാഗിങ്, 0.8 ലാഗിങ്, യൂണിറ്റി എന്തായാലും അല്ല. അപ്പോൾ നമ്മളിവിടെ ഒരു പോയിന്റ് കണ്ടായിരുന്നു, 0.5 ലാഗിങ്ങിനേക്കാളും കുറഞ്ഞിരിക്കുന്ന സമയത്താണ് വാട്ട് മീറ്റർ നെഗറ്റീവ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ 0.5 കുറഞ്ഞത് 0.4 ലാഗിങ് ആണ്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ്, എപ്പോക്സി കേബിൾ ജോയിന്റ് ഇസ് യൂസ്ഡ് വെയർ? എപ്പോക്സി കേബിൾ ജോയിന്റ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? HT cable joints, heating of cable is not permitted, temporary joint, T joints only. T jointsiലും ടെമ്പററി ജോയിൻസിലും എപ്പോക്സി കേബിൾ ജോയിന്റ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. കേബിള് ഹീറ്റ് ചെയ്യാൻ പെർമിഷൻ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ പെർമിറ്റബിൾ അല്ലെങ്കിൽ അവിടെയും നമ്മൾ എപ്പോക്സി കേബിൾ അല്ല യൂസ് ചെയ്യുന്നത്. ഹൈ ടെൻഷൻ കേബിൾ ജോയിൻസിലാണ് എപ്പോക്സി കേബിൾ യൂസ് ചെയ്യുന്നത്. ഇനി വോൾട്ടേജ് സ്റ്റെബിലൈസേഴ്സ് ഹാവിംഗ് ഓട്ടോ ട്രാൻസ്ഫോമർ ഇൻ സെർവോ സ്റ്റെബിലൈസേഴ്സ് ഈസ് ഓഫ്? കോർ ടൈപ്പ് ആണോ, ഷെൽ ടൈപ്പ് ആണോ, ഡിസ്ട്രിബ്യൂട്ടഡ് കോർ ടൈപ്പ് ആണോ, ടൊറോയിഡൽ ടൈപ്പ് ആണോ? ടൊറോയിഡൽ എന്ന് പറഞ്ഞാൽ സർക്കുലർ. അപ്പം എന്താണെന്ന് നോക്കാം. സെർവോ സ്റ്റെബിലൈസറിൽ നമുക്കൊരു സെർവോ മോട്ടർ ഉണ്ടായിരിക്കും. സെർവോ മോട്ടറിൻ്റെ സഹായത്തോടു കൂടിയാണ് വോൾട്ടേജ് കറക്ഷൻ അച്ചീവ് ചെയ്യുന്നത്. സോ വോൾട്ടേജ് കറക്ഷൻ സ്പീഡ്, നമ്മളൊരു സ്റ്റാറ്റിക് വോൾട്ടേജ് സ്റ്റെബിലൈസറിനെ കമ്പയർ ചെയ്യുമ്പോൾ സെർവോ സ്റ്റെബിലൈസറിൻ്റെ വോൾട്ടേജ് കറക്ഷൻ സ്പീഡ് സ്ലോ ആണ്. സെർവോ സ്റ്റെബിലൈസർ ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസാണ്. ഇതാ ഇവിടെ അതിൻ്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ യൂഷ്വലി ഈ ഏതാണ് കോർ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്? ടൊറോയിഡൽ കോർ ആയിരിക്കും. ടൊറോയിഡൽ കോറിന് റൗണ്ട് ഷേപ്പ് ആയിരിക്കും ഉള്ളത്, എയർ ഗ്യാപ്സ് ഒന്നുമില്ല. അതുമാത്രമല്ല പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും കോറിന് ചുറ്റും യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയായിരിക്കും. ഓക്കെ, സോ voltage stabilizer having auto transformer in servo stabilizer usually toroidal type ആയിരിക്കും, അതായത് റൗണ്ട് ഷേപ്പ് ആയിരിക്കും. കോർ ടൈപ്പും ഷെൽ ടൈപ്പും യൂഷ്വലി സ്ക്വയർ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ക്രോസ് സെക്ഷൻ ആയിരിക്കുമല്ലോ. ടൊറോയിഡൽ ടൈപ്പാണ്, അതായത് റൗണ്ട് ടൈപ്പ് ആയിരിക്കും. അടുത്തത്, റിപ്പിൾ ഫാക്ടർ ഓഫ് എ കപ്പാസിറ്റർ ഫിൽറ്റർ മേ ബി ഡിക്രീസ്ഡ് ബൈ? കപ്പാസിറ്റർ ഫിൽറ്ററിൻ്റെ റിപ്പിൾ ഫാക്ടർ എങ്ങനെ ഡിക്രീസ് ചെയ്യാം എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഡിക്രീസിങ് RL, ഇൻക്രീസിങ് RL, ഇൻക്രീസിങ് C, ഇൻക്രീസിങ് ബോത്ത് RL ആൻഡ് C. അപ്പോൾ നമുക്ക് റിപ്പിൾ ഫാക്ടറിൻ്റെ ഫോമുല നോക്കാം. കപ്പാസിറ്റി ഫിൽറ്ററിലുള്ള റിപ്പിൾ ഫാക്ടറിൻ്റെ ഫോമുല നോക്കാം. റിപ്പിൾ ഫാക്ടറിൻ്റെ ഫോമുല എന്ന് പറയുന്നത് DC കറണ്ട് IDC ഡിവൈഡഡ് ബൈ 4√3 ഇൻറ്റു ഫ്രീക്വൻസി ഇൻറ്റു കപ്പാസിറ്റൻസ് വാല്യൂ ആണ്. ഓക്കെ, ഇനി ഇത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 2.4 ഇൻറ്റു IDC ഡിവൈഡഡ് ബൈ C എന്ന് കിട്ടും. ഓക്കെ, അതായത് കപ്പാസിറ്റർ വാല്യൂ കൂടുന്നതിനനുസരിച്ച് റിപ്പിൾ വോൾട്ടേജ് കുറയും. കപ്പാസിറ്റർ റിപ്പിൾ വോൾട്ടേജിന് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? റിപ്പിൾ ഫാക്ടർ കപ്പാസിറ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഓക്കെ, ഞാനിവിടെ കപ്പാസിറ്റൻസിൻ്റെയും കറണ്ടിൻ്റെയും റിലേഷൻ തന്നിട്ടുണ്ട്. I=CV/T. അതായത് സൈസ് ഓഫ് ദ കപ്പാസിറ്റർ വിൽ ഇൻക്രീസ് ദ കറണ്ട് ഡ്രോപ്പ്. ഓക്കെ, പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റിപ്പിൾ ഫാക്ടർ എങ്ങനെ ഡിക്രീസ് ചെയ്യാം? ഞാൻ ഇവിടെ പറഞ്ഞു റിപ്പിൾ ഫാക്ടറിൻ്റെ ഫോമുല അല്ലെങ്കിൽ റിപ്പിൾ ഫാക്ടർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു C ആണ്. അപ്പോൾ കപ്പാസിറ്റൻസിനെ കൂട്ടുന്നതിനനുസരിച്ച്, കപ്പാസിറ്റൻസ് കൂടുന്നതിനനുസരിച്ച് റിപ്പിൾ ഫാക്ടർ കുറയും. സോ റിപ്പിൾ ഫാക്ടർ ക്യാൻ ബി ഡിക്രീസ്ഡ് ബൈ ഇൻക്രീസിങ് C ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് റിപ്പിൾ ഫാക്ടർ കുറയ്ക്കാൻ പറ്റും. അടുത്തത്, ഓൺ ഡബ്ലിംഗ് ദ സപ്ലൈ ഫ്രീക്വൻസി എഡി കറണ്ട് വിൽ become half of the former value, become 4 times the former value, remains unaffected, become 8 times the former value. അപ്പോൾ സപ്ലൈ ഫ്രീക്വൻസി ഡബിൾ ചെയ്താൽ എഡി കറണ്ടിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു കോറിൻ്റെ എഡി കറണ്ട് ലോസ് എന്ന് പറയുന്നത് സിസ്റ്റം ഫ്രീക്വൻസിയുടെ സ്ക്വയറിന് പ്രൊപ്പോർഷനാണ്. ഇതാണ് എഡി കറണ്ട് ലോസിൻ്റെ ഫോമുല.
പി ഇ എന്ന് പറയുന്നത് കെ ഇ, എഡി കറന്റ് കോൺസ്റ്റന്റ് ഇൻറ്റു ഇത് മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി ആണ്, ബി എം സ്ക്വയർ ടി സ്ക്വയർ എഫ് സ്ക്വയർ ബി, അതായത് പി ഇ പ്രൊപ്പോർഷണൽ ടു എഫ് സ്ക്വയർ എന്ന് എടുക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സപ്ലൈ ഫ്രീക്വൻസി ഡബിൾ ചെയ്ത, അപ്പോൾ എഡി കറന്റ് ലോസ് പ്രൊപ്പോർഷണൽ ടു എഫ് സ്ക്വയർ ആണ്. ഇപ്പോൾ സപ്ലൈ ഫ്രീക്വൻസി നമ്മൾ ഡബിൾ ചെയ്യുന്നു, അതായത് 2 ഇൻറ്റു എഫ് ദ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 4 സ്ക്വയർ എന്നായിരിക്കും കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ എഡി കറണ്ട് ഒറിജിനൽ വാല്യൂ അല്ലെങ്കിൽ നേരത്തെ വാല്യൂവിനേക്കാളും 4 പ്രാവശ്യം, അതിൽ 4 ടൈംസ് കൂടുതലായിരിക്കും. ഓക്കെ, സപ്ലൈ ഫ്രീക്വൻസി നമ്മൾ ഡബിൾ ചെയ്യുവാണെങ്കിൽ എഡി കറണ്ട് എന്ന് പറയുന്നത് ഫോർമർ വാല്യൂവിനേക്കാളും 4 ടൈംസ് കൂടുതലായിരിക്കും. If 3 persons take reading in horizontally placed meter at the same instant, whose reading is correct? 3 പേര് ഹൊറിസോണ്ടലായിട്ട് വെച്ചിരിക്കുന്ന ഒരു മീറ്ററിൻ്റെ റീഡിംഗ് എടുക്കുകയാണ്, ഒരേ സമയത്ത് എടുക്കുകയാണ്. 3 പേര് ഒരു മീറ്ററിൻ്റെ റീഡിംഗ്, മീറ്റർ ഹൊറിസോണ്ടലി പ്ലേസ് ചെയ്തിരിക്കുകയാണ്. 3 പേര് സൈമൾട്ടേനിയസ് ആയിട്ട് നിന്ന് ഒരു മീറ്ററിൻ്റെ ഹൊറിസോണ്ടലി പ്ലേസ്ഡ് മീറ്ററിൻ്റെ റീഡിംഗ് എടുക്കുകയാണ്. ആരുടെ റീഡിംഗ് ആണ് കറക്റ്റ്? Reading taken by the left hand side person, reading taken by the middle person, reading taken by the right hand side person, reading taken by 3 persons simultaneously. നമുക്കറിയാം ഹൊറിസോണ്ടലി പ്ലേസ്ഡ് മീറ്ററിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നെടുക്കുന്ന ആളുടെ റീഡിംഗ് ആയിരിക്കും കറക്റ്റായിട്ട് വരുന്നത്, അതായത് മിഡിൽ പേഴ്സൺ എടുക്കുന്ന റീഡിംഗ് ആയിരിക്കും കറക്റ്റ്. ബാക്കിയുള്ളവരുടെ റീഡിങ്സിൽ എറർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, റീഡിംഗ് ടേക്കൺ ബൈ ദ മിഡിൽ പേഴ്സൺ. For testing insulation resistance, the most suited electric supply is. Insulation resistance ടെസ്റ്റ് ചെയ്യാൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള സപ്ലൈ ഏതാണ്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, ഡയറക്റ്റ് കറണ്ട്, പൾസേറ്റിംഗ് കറണ്ട്, ഓസിലേറ്റിംഗ് കറണ്ട്. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? 2 പോയിന്റ്, അതായത് ഒരു ഇൻസുലേഷൻ ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന 2 പോയിന്റിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനാണ് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് 2 പോയിന്റ്സിന് അക്രോസ് ആയിട്ടുള്ള ടോട്ടൽ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് അതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് എന്തിനാണ് ചെയ്യുന്നത്? ഡൈഇലക്ട്രിക് എത്രമാത്രം ഇഫക്റ്റീവ് ആണെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാനാണ് നമ്മൾ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇൻസുലേഷൻ റെസിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് മെഗറാണ്. അതായത് ഡി സി സപ്ലൈ കൊടുത്തായിരിക്കും ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റ് ഫോർ ടെസ്റ്റിംഗ് ദ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് സ്യൂട്ടബിൾ ഇലക്ട്രിക് സപ്ലൈ ഏതാണ്? ഡയറക്റ്റ് കറണ്ടാണ്. For a given volt ampere rating, cross section area of core will be less if the following metal is used. ഒരു പർട്ടിക്കുലർ വോൾട്ട് ആംപിയർ റേറ്റിങ്ങിന് ഏത് മെറ്റൽ യൂസ് ചെയ്താലാണ് ക്രോസ് സെക്ഷണൽ ഏരിയ, കോറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കുറയുന്നത്? ഒരു പർട്ടിക്കുലർ വോൾട്ട് ആംപിയർ റേറ്റിങ്ങിൽ ഏത് മെറ്റൽ ഉപയോഗിച്ചാലാണ് കോറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കുറയുന്നത്? ഹൈ അലോയ് ഷീറ്റ് ഉപയോഗിക്കുമ്പോഴാണ് കോറിൻ്റെ ക്രോസ് സെക്ഷണൽ, ഒരു പർട്ടിക്കുലർ ഗിവൺ വോൾട്ട് ആംപിയർ റേറ്റിങ്ങിന് കോറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കുറയാൻ വേണ്ടിയിട്ട് ഹൈ അലോയ് ഷീറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡൈനമോ ഷീറ്റല്ല, നോർമൽ ആൻഡ് ഷീറ്റല്ല, സ്റ്റെലോയ് ഷീറ്റല്ല, ഹൈ അലോയ് ഷീറ്റ് യൂസ് ചെയ്താലാണ് ക്രോസ് സെക്ഷണൽ ഏരിയ, കോറിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കുറയുന്നത്. ഓക്കെ.